ഈ നിമിഷത്തിലേക്ക് എത്താൻ വേണ്ടിയായിരുന്നു ഇതെല്ലാം. അറിയുന്നില്ല എടാ, മറ്റേ ഡയറക്ടർ വിളിച്ചായിരുന്നു, വെബ് സീരീസിൻ്റെ ഡബ്ബ് ആക്കി നാളെ ചെയ്യണമെന്ന് പറഞ്ഞ്. നാളെയോ? എടാ ഒരു 3 ദിവസം സമയം ചോദിക്കട്ടെ അയാളുടെ. വേദാൻ്റെ വർക്ക് തീർന്നിട്ടില്ല. ഓ എന്നാ പിന്നെ അങ്ങനെ പറയാം. എടാ പിന്നെ ശ്വേത വിളിച്ചായിരുന്നു, നിന്നെ വിളിച്ചിട്ട് നീ ഫോൺ എടുത്തില്ല. അവളെന്താ പറഞ്ഞേ? അല്ല നീ എവിടെയാന്ന് ചോദിച്ചു. സ്റ്റുഡിയോയിലാന്ന് പറഞ്ഞു. പിന്നെ അവളൊന്നും പറഞ്ഞില്ല. ടിക്കറ്റൊക്കെ എടുത്തു വെച്ചോ? ഡി, നീ എന്താ ആലോചിച്ചോണ്ടിരിക്കുന്നേ? ഒന്നുമില്ല. നീ ഇപ്പോഴും അവന്റെ കാര്യം തന്നെ ആലോചിച്ചോണ്ടിരിക്കുവാണോ? അവളിന്ന് പോവുകയാണല്ലേ? ഡാ, എനിക്ക് +2 വെച്ചൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. ഞങ്ങൾ +1 വെച്ചാൽ സംസാരിച്ചിട്ടൊന്നുമില്ല. അങ്ങനെ ഒരിക്കൽ +2 വെച്ച് ഞങ്ങൾ ടൂർ പോയി. അന്ന് ഞാൻ വെച്ചിട്ട് ക്യാമറയും കൊണ്ടായിരുന്നു പോയത്. അന്ന് ഞാൻ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് കൂട്ടത്തെ അവളുടെ അടുത്ത്. അവളന്ന് എനിക്ക് ടൂറൊക്കെ കഴിഞ്ഞ് തിരിച്ച് ചെന്നപ്പം ആ ഫോട്ടോസൊക്കെ ചോദിച്ച് മെസ്സേജ് ചെയ്ത് ഞാനതൊക്കെ അയച്ചു കൊടുത്ത്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെയും ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് ചെയ്യാനൊക്കെ തുടങ്ങി. ഞങ്ങൾ കുറേ സംസാരിച്ച്. പിന്നെ എനിക്കറിയില്ല അവളെനിക്കൊരു ഫ്രണ്ട് മാത്രമായിരുന്നു എന്ന്. അങ്ങനെ +2 ഒക്കെ കഴിഞ്ഞ് അവൾ പഠിക്കാനായി ജർമ്മനി പോകാണ്ട് തീരുമാനിച്ച്. അവളെ പോകുന്നതിനെന്ന് എനിക്ക് മെസ്സേജ് ചെയ്തു, ഒന്ന് കാണാൻ വരുമോ എന്ന് ചോദിച്ചു. എനിക്കിന്നെന്തോ പോകാൻ പറ്റിയില്ല. ഇപ്പം ഞങ്ങൾ കണ്ടിട്ട് വർഷങ്ങളായി. ഇപ്പം ആലോചിക്കുമ്പോൾ തോന്നും ഒന്ന് പോകണമായിരുന്നു. Yes sir. Yeah, I'll be there by 10th. എടി ഒരു രക്ഷയില്ല. അയാൾ എത്ര പറഞ്ഞിട്ടും അയാൾ സമ്മതിക്കുന്നില്ല. റിപ്പോർട്ട് ഇന്ന് തന്നെ സബ്മിറ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്. ഓഫീസിലെ കാര്യം എനിക്കറിയാമല്ലോ, അയാൾ മാനേജ്. എടി എന്നാലും കുഴപ്പമില്ല, എയർപോർട്ടിലോട്ട് ഞാൻ ക്യാബ് വിളിച്ചു പൊക്കോളാം. നീ ഇറങ്ങിക്കോ, 10 മണിക്ക് അവിടെ എത്തണ്ടേ? നീ എന്തായാലും എയർപോർട്ടിൽ എത്തിയിട്ട് ടെക്സ്റ്റ് ചെയ്യ്. പിന്നെ സ്പെയിനിലെത്തി എല്ലാം സെറ്റിലായിട്ട് എന്നെ ഒന്ന് വിളിക്ക്. പിന്നെ അവൻ്റെ കാര്യം ആലോചിച്ച് നീ അങ്ങനെ തലപുണ്ണാക്കണ്ട. ഒരു 8 മാസത്തെ റിലേഷന് ഇത്രയധികം ഡ്രാമയൊക്കെ വേണോ? പോട്ടെ.
ഞാനെന്നാ മറ്റേ സ്പെയിനിലെ ജോബ് ഓഫറിൻ്റെ കാര്യം പറഞ്ഞില്ലായിരുന്നോ? അത് ഏകദേശം സെറ്റായിട്ടുണ്ട്. അപ്പം നീ പോവോ? പിന്നെ പോണ്ടേ? ആ പിന്നെ പോകണ്ടേ, നീ ഒരുപാട് ആഗ്രഹിച്ച കാര്യമല്ലേ. അതെ. ഫോൺ വിളിച്ചാലൊന്നും എടുക്കില്ലല്ലേ സാറ്? ആൾറെഡി കുറച്ച് വർക്കൊക്കെ ആയി ബിസി ആയിരുന്നു. ഒരാഴ്ച മുഴുവൻ? അങ്ങനെയല്ല. പിന്നെ എങ്ങനെയാ പറഞ്ഞ് കഷ്ടപ്പെടണ്ട കൂടുതൽ. കയറി വാ. ഫ്ലാറ്റൊക്കെ നല്ല നീറ്റായിട്ടുണ്ടല്ലോ. ആ, എൻ്റെ സാധനങ്ങൾ മാറ്റിയപ്പോൾ തന്നെ ഏകദേശം ക്ലീനായി. നീ ഇരിക്കുക കേട്ടോ, ഒരു 2 minutes, ഞാൻ പാക്ക് ചെയ്യുമായിരുന്നു. എടി ഗൗരി ഇല്ലടി ഇവിടെ? അവൾ ഓഫീസിൽ പോയി. ഓ അല്ല, നീ പോവല്ലേ? അപ്പോൾ അവളെങ്ങനെ ഫ്ലാറ്റ് വെക്കറ്റ് ചെയ്യണോ? അല്ല, അവളുടെ ഓഫീസിലെ കാർത്തിക് ഇല്ലേ, അവൻ ഇങ്ങോട്ട് മൂവ് ചെയ്യുന്ന കേട്ടു. ഹാ കൊള്ളാലോ, ലവ് ഇറ്റ്. ഡി എന്തു പറ്റി? ഒന്നുമില്ല. കഴിഞ്ഞു. നിനക്ക് ബ്രൗണി വേണോ? ഞാൻ ഉണ്ടാക്കിയതാ. ബ്രൗണി കഴിച്ചേക്കാം. നീ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ മ്യൂസിക് വീഡിയോയുടെ കാര്യം എന്തായി? ഏത്? മറ്റേ പ്രദീപ് കുമാറിനെ വെച്ച് പാടിച്ചാൽ നല്ലതായിരിക്കും എന്ന് പറഞ്ഞത്. അത് പ്രൊഡക്ഷൻ സൈഡ് കുറച്ച് ഇഷ്യൂ. ഒരു നല്ല ബ്രാൻഡ് വാല്യൂ ഉള്ള മ്യൂസിക് ഡയറക്ടർ ഇല്ലാതെ അവർക്ക് ഇത്ര ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാനൊരു മടി. അത് കുഴപ്പമില്ല, ആഡൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. നീ ഉണ്ടാക്കി? ആ, ഞാൻ ഉണ്ടാക്കിയതാ. എന്തേ? അല്ല, കഴിഞ്ഞ തവണ നീ ഉണ്ടാക്കിയപ്പം ഇത്ര ടേസ്റ്റ് ഇല്ലായിരുന്നു. ഓ, ഇപ്പം ടേസ്റ്റ് ഉള്ളതായിട്ടൊക്കെ തോന്നും നിനക്ക്. അല്ല, നിന്റെ സ്പാനിഷ് ഒക്കെ ഇപ്പം എന്തായി? ഫുൾ സെറ്റായോ അതോ ഇപ്പോഴും ബുബുബയാണോ? ഓ, ഞാൻ പച്ചവെള്ളം പോലെ സ്പാനിഷ് പറയാം മിസ്റ്റർ. നീ എന്നെ പറ്റി എന്താ വിചാരിച്ച? എന്നാ ഫുഡ് ചോദിച്ചത് എങ്ങനെയാ സ്പാനിഷ് ചോദിക്കാം? തുവിസ്തെ കൊവീത. തുവിസ്തെ കൊവീത കൊള്ളാലോ, നല്ല പ്രാസം. ഈ ഡോണ്ട് ലീവ് മീ എങ്ങനെയാ ചോദിക്കാം? ആ അമ്മ, പാക്ക് ചെയ്യാമായിരുന്നു. 3 മണിക്കാണ് ഫ്ലൈറ്റ്. അതെ, ക്യാബ് ബുക്ക് ചെയ്യണം. എത്തിയിട്ട് വിളിക്കാം. ആ ഓക്കെ. അമ്മ എന്താ പറഞ്ഞേ? എയർപോർട്ടിലോട്ട് ഇറങ്ങാറായോ എന്ന് ചോദിക്കാൻ വേണ്ടി വിളിച്ചത്. എടാ, നീ എനിക്കൊരു ക്യാബ് നോക്കാവോ? ക്യാബോ? ഞാൻ ഡ്രോപ്പ് ചെയ്യാം. ഞാൻ രാവിലെ കാറായിട്ടല്ലേ വന്നേ. ഓ, എന്നപ്പോൾ ഞാൻ റെഡി ആയിട്ട് വരാം. എടാ, ഞാൻ അവിടെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി പോടാ. വരാൻ കുറച്ച് ലേറ്റ് ആവും. നീ അന്നേരം സ്റ്റുഡിയോയിലെ കാര്യങ്ങളൊക്കെ അരവിന്ദ്, പോകാം.
ശ്വേത എന്തു പറ്റി? ഒന്നുമില്ല. ലിഫ്റ്റിൽ വെച്ച കുട്ടികളെ കണ്ടപ്പം കോളേജിലേക്ക് ഓർമ്മ വന്നു. 4 കൊല്ലം വിവരം ദ സെയിം ക്ലാസ്. എന്നിട്ടും കാര്യമായിട്ടൊന്നും നമ്മളന്ന് സംസാരിച്ചിട്ടില്ലല്ലേ? നമ്മൾ ആദ്യം കണ്ട ദിവസം എനിക്ക് ഓർമ്മയുണ്ടോ? ക്ലാസ്സിൽ വെച്ചാണോ? അല്ലല്ല, ആൻഡ്രൂൻ്റെ ബർത്ത്ഡേ ഹൗസ് പാർട്ടി അതല്ലേ? അതന്നെ. നീ എന്താണെന്ന് എന്നോട് ചോദിച്ചെന്ന് ഓർമ്മയുണ്ടോ? എന്തായിരുന്നു? എന്തായിരുന്നു? ആ ബ്രോ ജോയിൻ്റ് അടിക്കുമോ? എങ്കിൽ വാ വി ക്യാൻ റോൾ എ ബ്ലണ്ട് എന്ന്. പോട്ടെ, ഞാനങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. സത്യം. 12th വരെ ബോർഡിംഗ് സ്കൂൾ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ചെന്നൈയിലെത്തിയപ്പം വല്ലാത്തൊരു ലിബറേഷനായിരുന്നു. ഇതുവരെ കിട്ടാത്ത ഫ്രീഡം. അതുകൊണ്ട് കോളേജിൻ്റെ ആദ്യത്തെ 1-2 കൊല്ലം നന്നായിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്തു എന്ന് തന്നെ വേണേൽ പറയാം. പിന്നീട് ആലോചിച്ച് നോക്കിയപ്പോഴാണ് ഇതൊക്കെ എന്തിനായിരുന്നു എന്നൊക്കെ തോന്നിയത്. ഇവിടെ വരുന്ന എല്ലാവരുടെയും കാര്യം ഇതൊക്കെ തന്നെയാണോ? സമയമായില്ലേ? നമുക്കൊരു ചായ കുടിച്ചാലോ? കുടിച്ചേക്കാം. ശ്വേത, ഇതിൽ ഏലൊക്കെ ഇട്ടിട്ടുണ്ടല്ലേ? ഞാൻ പോകുന്ന കാര്യം നിന്നോട് പറഞ്ഞിരുന്നതല്ലേ? അപ്പോൾ ഒന്നൊരു പ്രശ്നമില്ലായിരുന്നിട്ട് പോകുന്നതിന് ഒരാഴ്ച മുന്നേ നീ മുങ്ങുമെന്ന് ഞാൻ ഓർത്തില്ല. മുങ്ങിയതൊന്നും ആയിരുന്നില്ലടി. നീ പോകുമെന്ന് പറഞ്ഞപ്പോൾ ഓക്കെ ആയിരുന്നു. പക്ഷേ പോകുന്ന സമയമായപ്പോൾ എന്തോ ഒരു ബ്ലാങ്ക് ആയ പോലെ. പക്ഷെ പോകുന്നതിന് മുന്നേ നീ എന്നെ കാണാൻ വരുന്ന എനിക്കറിയായിരുന്നു. ഗൗരി എപ്പോഴും നമ്മുടെ കാര്യം പറയായിരുന്നു, ഇത് നല്ല രീതിയിൽ അവസാനിക്കില്ല എന്ന്. അവക്ക് തന്നെ വലിയ താല്പര്യമില്ലല്ലേ? അങ്ങനെയൊന്നുമില്ല. പക്ഷേ നമ്മുടെ രണ്ടുപേരുടെയും ലൈഫ് ചോയ്സസ് വെച്ച് ഇത് ശരിയാവില്ല എന്ന് പറയുമായിരുന്നു. എനിക്ക് തോന്നുന്നുണ്ടോ? അറിയില്ല. ഞാൻ സ്പെയിനിൽ പോകാനുള്ള ഡിസിഷൻ എടുത്തിരുന്നപ്പോഴായിരുന്നല്ലോ നിൻ്റെ ആ ഫോൺ കോള്. ഞാനൊരു മ്യൂസിക് കമ്പോസ് ചെയ്തിട്ടുണ്ട്, നീ പാടിയാൽ നല്ലതായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട്. ചിലപ്പോൾ ആ കോള് വന്നില്ലായിരുന്നെങ്കിൽ നമ്മളിത്രയും അടുക്കില്ലായിരുന്നല്ലേ? സത്യം. ക്ലാസ്മേറ്റ്സ് ആയിട്ട് തന്നെ ഇരുന്നേനല്ലേ? ക്ലാസ്മേറ്റ്സ് ഹു ബിക്കം സ്ട്രേഞ്ചേഴ്സ് ഓവർ ദ ടൈം. ടൈമായില്ലേ? പോവാം. ഒരു പക്ഷേ ചില ബന്ധങ്ങൾ ഇങ്ങനെയായിരിക്കാം. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത നേരത്ത് നമ്മൾ പോലും അറിയാതെ അത് കടന്നു വരും. എന്നിട്ട് ഒരുപാട് നല്ല ഓർമ്മകളൊക്കെ തന്നിട്ട് എന്താ പറയാ, ഈ യാത്ര പറച്ചിലുകളുടെ മുറിവിളിയില്ലാതെ ഒരൊറ്റ പോവും. പക്ഷേ നമ്മൾ ഒരുമിച്ചുണ്ടായിരുന്ന അത്ര സമയം അത് ഞാൻ എന്നും ഓർത്തിരിക്കും. പിന്നെ ഓർമ്മകൾക്ക് ഓടിയെത്താൻ കഴിയാത്ത അത്ര ദൂരത്തിലല്ലല്ലോ നീ.